ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. കഴിഞ്ഞ വർഷം മഹീന്ദ്ര അവരുടെ പുതിയ XUV9യും അതുപോലെ B6 ഒക്കെ ഇറക്കുന്ന സമയത്ത് വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള രണ്ട് പ്രൊഡക്ട്സ് ആയിരുന്നു ഇത് രണ്ടും. പ്രത്യേകിച്ച് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ അതുപോലെ പവറിൻ്റെ കാര്യത്തിൽ റേഞ്ച് ഏതൊരു ആസ്പെക്റ്റ് എടുക്കുകയാണെങ്കിലും ഈവൻ പ്രൈസ് പോയിന്റ് എടുക്കുകയാണെങ്കിൽ പോലും ഇത് കിട്ടുന്ന പ്രൈസിൽ നമുക്ക് ഇത്രയും ഫീച്ചേഴ്സോ ടെക്കോ അല്ലെങ്കിൽ പവറോ റിയർ വീൽ ഡ്രൈവ് കൺഫിഗറേഷനോ ഒന്നും മറ്റു വാഹനങ്ങളിൽ അങ്ങനെ കിട്ടാറില്ലായിരുന്നു. അതുകൊണ്ട് അത്യാവശ്യം നല്ല ഓവർവെൽമിംഗ് ആയിട്ടുള്ള റെസ്പോൺസ് തന്നെയാണ് ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് ഈ രണ്ട് വാഹനങ്ങൾക്കും ലഭിച്ചത്. പക്ഷേ എന്നാൽ മഹീന്ദ്രയുടെ കണക്കൂട്ടലുകളെല്ലാം ചെറുതായിട്ടൊന്ന് തെറ്റി എന്നവർക്ക് തോന്നിയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ EVയിൽ മാത്രം പിടിച്ചെന്ന് ശരിയാവില്ല. അതുകൊണ്ട് ഇതിൻ്റെ തന്നെ ഹൈബ്രിഡ് വേർഷനും കൂടെ ഇറക്കാൻ അവരിപ്പോൾ തൽക്കാലത്തേക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട്. തൽക്കാലത്തേക്ക് ഇൻ ദ സെൻസ് അതിപ്പോൾ കൺസിഡറേഷനിലാണ്. രണ്ട് ടൈപ്പ് ഓഫ് ഹൈബ്രിഡ് പവർട്രെയിനാണ് മഹീന്ദ്ര ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് നമ്മൾ ഓൾറെഡി ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നി, ഞാൻ ചിലപ്പോൾ വീഡിയോ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. അതായത് ഒന്ന് നമ്മുടെ XUV3 XUVയിലൊക്കെ അവർ സീരീസ് പാരലൽ ഹൈബ്രിഡ് സിസ്റ്റം ഇപ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ആദ്യം ആ വാഹനത്തിൽ തന്നെയായിരിക്കും മിക്കവാറും വരുന്നത്. അതായത് നമ്മുടെ ഇപ്പോൾ ഹൈറൈഡറിലും അതുപോലെ ഗ്രാൻഡ് വിറ്റാരിലൊക്കെ ഉള്ള അതുപോലത്തെ ഒരു മെക്കാനിസം തന്നെയാണ് സീരീസ് പാരലൽ ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറയുമ്പം. നമ്മുടെ ഇലക്ട്രിക് മോട്ടർ ആയിക്കോട്ടെ അതുപോലെ തന്നെ എഞ്ചിൻ ആയിക്കോട്ടെ രണ്ടിനും വീൽസിൽ പവർ ചെയ്യാനുള്ള ഒരു കരുത്തുണ്ടാവും. പക്ഷേ അതേസമയം സീരീസ് ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ എഞ്ചിൻ എന്ന് പറയുന്ന ഒരു ജനറേറ്റർ പോലെ മാത്രമായിരിക്കും ഉപയോഗിക്കുന്നത് ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് അങ്ങനെയല്ല. ബാറ്ററിക്ക് ചാർജ് ഇല്ല എന്നുണ്ടെങ്കിൽ എഞ്ചിന് ഡയറക്റ്റും വീൽസ് റൺ ചെയ്യാൻ പറ്റും. അല്ലാതെ എഞ്ചിൻ എപ്പോഴും ഫുൾ ടൈം ബാറ്ററി തന്നെ പവർ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അതാണ് സീരീസ് പാരലൽ ഹൈബ്രിഡ് സിസ്റ്റത്തിൻ്റെ ഒരു ഗുണം. പക്ഷേ അത് കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്. സീരീസ് ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറയുമ്പം നമുക്ക് ജസ്റ്റ് റേഞ്ച് എക്സ്റ്റെൻഡർ പോലെ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എഞ്ചിൻ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും ഓൺ ആവുന്നത്. അതും ഒരു പർട്ടിക്കുലർ RPM വരെയൊക്കെ അത് പോവുള്ളൂ. അല്ലാതെ വെറുതെ ഒരു കാര്യമില്ലാണ്ട് ഹൈ RPM വരെ റേസ് ആവുന്നില്ല. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം കുറച്ചും കൂടെ ബെറ്റർ എഫിഷ്യൻസി അതിൻ്റെ അകത്ത് കിട്ടും. കോസ്റ്റ് എഫക്റ്റീവ് ആണ്. പ്രശ്നം വരുന്നത് ഹൈവേ ഡ്രൈവിലേക്കൊക്കെ വരുമ്പോഴാണ്. കാരണം ആ ഒരു സമയത്ത് സീരീസ് ഹൈബ്രിഡ് സിസ്റ്റം നമ്മുടെ ജസ്റ്റ് ബാറ്ററി പവറിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് പൊതുവെ കുറച്ച് ഹൈ സ്പീഡിലൊക്കെ പോവുകയാണെങ്കിൽ പെട്ടെന്ന് റേഞ്ച് കുറയുന്ന ഒരു ടെൻഡൻസി നമ്മൾ ഇലക്ട്രിക് വാഹനങ്ങൾ കാണുന്നതാണ്. അത് തന്നെ ഇതിൻ്റെ അകത്തൊരു പ്രശ്നമായിട്ട് വരും. പക്ഷേ സീരീസ് പാരലൽ ഹൈബ്രിഡ് സിസ്റ്റം ആണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം വരില്ല. കാരണം അവിടെ എഞ്ചിനും കൂടെ ആ സമയത്ത് വർക്ക് ചെയ്യും. എഞ്ചിൻ പൊതുവെ ഹൈ സ്പീഡ്സിൽ കുറച്ചും കൂടെ ലോവർ RPMൽ റൺ ചെയ്യാൻ കരുത്തുള്ളതുകൊണ്ട് തന്നെ ഇത്തിരി കൂടെ എഫിഷ്യൻസി കൂടുതലായിരിക്കും. അതുകൊണ്ട് നമുക്ക് ബെറ്റർ എഫിഷ്യൻസി സീരീസ് പാരലൽ ഹൈബ്രിഡ് സിസ്റ്റത്തിൽ കൂടുതൽ സ്പീഡിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഹൈവേയിലൂടെയൊക്കെ ക്രൂസ് ചെയ്ത് പോകുന്ന സമയത്ത് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. എനിവേ മഹീന്ദ്ര ഇപ്പോൾ രണ്ട് ഹൈബ്രിഡ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറയാനുള്ള കാരണം, ഒന്ന് നമ്മുടെ ഈ B6 XUV9ൽ വരാൻ പോകുന്നത് സീരീസ് ഹൈബ്രിഡ് സിസ്റ്റം ആയിരിക്കും. അതായത് ജസ്റ്റ് റേഞ്ച് എക്സ്റ്റെൻഡർ മോഡൽ പോലെ മാത്രമാണ് അവരിതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇവരുടെ 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ്റെ കൂടെ ആയിരിക്കും ഈ ഒരു ഹൈബ്രിഡ് സിസ്റ്റം അവർ കൊണ്ടുവരാൻ പോകുന്നത്. അതിപ്പം സീരീസ് പാരലായാലും സീരീസ് ഹൈബ്രിഡ് സിസ്റ്റം ആയാലും രണ്ടിലും 1.2 ലിറ്റർ എഞ്ചിൻ തന്നെയാണ് അവർ ഉപയോഗിക്കാൻ പോകുന്നത്. അതിൽ വ്യത്യാസമില്ല. പക്ഷേ രണ്ടും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ടെക്നോളജിയാണ് എന്ന് മാത്രം. പിന്നെ XUV9യും B6ഉം ഈ ഒറിജിനലി ഇലക്ട്രിക് വാഹനങ്ങളായിട്ട് മാത്രമായിട്ട് ഇറക്കാൻ ഉദ്ദേശിച്ചത് കൊണ്ട് തന്നെ ഇതിൻ്റെ പ്ലാറ്റ്ഫോമൊക്കെ ബോൺ ഇലക്ട്രിക് ആണ്. അതുകൊണ്ട് അതിൻ്റെ അകത്ത് അത്യാവശ്യം വ്യത്യാസങ്ങൾ വരുത്തിയാൽ മാത്രമേ അവർക്ക് ഇനിയിപ്പോൾ 1.2 ലിറ്റർ എഞ്ചിൻ ആണെങ്കിലും അത് വെക്കാൻ പറ്റുള്ളൂ. സോ അതിനുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിയതിന് ശേഷം തന്നെയായിരിക്കും അവർ വാഹനങ്ങൾ ഇറക്കാൻ പോകുന്നത്. ആൻഡ് ഇപ്പോൾ വരുന്ന ഇലക്ട്രിക് വാഹനങ്ങളുടെ ഗ്രോത്തിലുള്ള ഒരു ഡിക്ലൈൻ കണ്ടതിന് ശേഷമാണ് മഹീന്ദ്ര ഇങ്ങനൊരു തീരുമാനവും കൂടെ എടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ 2024 ടോട്ടൽ വാഹനങ്ങളുടെ സെയിൽസ് കണക്ക് നോക്കുകയാണെങ്കിൽ അതിൽ 2.1% ഷെയറാണ് ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് വന്നിരിക്കുന്നത്. 2.4% ഷെയറാണ് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വന്നിരിക്കുന്നത്. അത് ഇലക്ട്രിക് വാഹനങ്ങൾ ഇപ്പം പൊതുവെ നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ കമ്പനികളുടെ ഉണ്ട്. MGക്ക് ഉണ്ട്, ടാറ്റയ്ക്ക് ഉണ്ട്, അതുപോലെ മഹീന്ദ്രയ്ക്ക് ആ സമയത്ത് XUV400 ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇഷ്ടംപോലെ കമ്പനികളല്ലാതെ ഇലക്ട്രിക് വാഹനങ്ങൾ ഇറക്കുന്നുണ്ട്. പക്ഷേ സ്ട്രോങ് ഹൈബ്രിഡ് എന്ന് പറയുമ്പം അതിൻ്റെ അകത്ത് 2.1%-ൽ 99% സ്ട്രോങ് ഹൈബ്രിഡ് വാഹനങ്ങൾ വിറ്റിരിക്കുന്നതും നമ്മുടെ ഗ്രാൻഡ് വിറ്റാരയും അതുപോലെ ഹൈറൈഡറിൻ്റെയാണ്. ബാക്കി 1% മാത്രമാണ് നമ്മുടെ ഈ പറയുന്ന ക്യാമറി, വെൽഫെയർ, പിന്നെ ബാക്കി ഏതൊക്കെ ഹൈബ്രിഡ് വാഹനങ്ങളുണ്ടോ അതൊക്കെ വരുന്നത്. സോ അതുകൊണ്ട് തന്നെ അതിൽ ക്ലിയർ ആവുന്നുണ്ട് ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് ഇവിടെ അത്യാവശ്യം ഡിമാൻഡ് ഉണ്ട് എന്നുള്ളത്. ഇനിയിപ്പോൾ കണക്കുകൾ വെച്ച് പറയാനാണെങ്കിൽ 85,000 ആണ് ടോട്ടൽ ഹൈബ്രിഡ് വാഹനങ്ങൾ വിറ്റുപോയത്. ആൻഡ് 90,000 ആണ് ഇലക്ട്രിക് വാഹനങ്ങൾ വിറ്റുപോയത്. ഇതൊക്കെ ടോട്ടൽ 2024 സെയിൽസ് കണക്കാണ്. സോ ഇതൊക്കെ അക്കൗണ്ട് ചെയ്തുകൊണ്ട് തന്നെ മഹീന്ദ്ര ഇപ്പം ഹൈബ്രിഡിലേക്കും കൂടെ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ഇനീഷ്യലി അവർ പറഞ്ഞിരുന്ന ഹൈബ്രിഡ് ഞങ്ങൾ ഇറക്കുന്നില്ല, ഇലക്ട്രിക്കിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നതെന്നായിരുന്നു. പക്ഷെ എന്തായാലും ഇപ്പോൾ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ വ്യത്യാസമായിട്ട് തന്നെയാണ് വരാൻ പോകുന്നത്. നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് പറഞ്ഞത് 2030 ആകുമ്പോഴേക്കും 30% വാഹനങ്ങൾ എങ്കിലും ഇന്ത്യയിൽ വിൽക്കുന്ന ഇലക്ട്രിക് ആയിരിക്കണമെന്നാണ്. അതിനിപ്പോൾ നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം കൂടുതൽ കമ്പനികളും ഇപ്പോൾ ഇലക്ട്രിക്കിനുള്ള പൊട്ടൻഷ്യൽ കുറവാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹൈബ്രിഡ് തന്നെയാണ് അഡോപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് അത് ആക്ച്വലി ഒരു നല്ല കാര്യമാണ്. ഇനിയിപ്പോൾ നമുക്കിവിടെ പ്ലഗ് ഇൻ ഹൈബ്രിഡ് വാഹനങ്ങളൊക്കെ വരുവാണ്
നോക്കുകയാണെങ്കിൽ അതും അത്യാവശ്യം നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. കാരണം അത്യാവശ്യം ഇലക്ട്രിക് ഓൺലി റേഞ്ച് ഒരു 80 to 100 കിലോമീറ്റേഴ്സിനടുത്തൊക്കെ കിട്ടുകയും ചെയ്യും. മാത്രമല്ല നമുക്ക് അതിൻ്റെ അകത്ത് എഞ്ചിൻ ഉള്ളതുകൊണ്ട് തന്നെ ബാറ്ററിയുടെ ചാർജ് തീർന്നു എന്നുള്ളതുകൊണ്ട് വഴി കിടക്കേണ്ട അവസ്ഥ വരികയില്ല. അടുത്തുള്ള ചാർജർ വരെ ഓടിയെത്താൻ മാത്രമുള്ള കപ്പാസിറ്റി ഒക്കെ അതിനുണ്ടാവും. മാത്രമല്ല എഞ്ചിനും ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റും, പക്ഷേ അത് കമ്പാരിറ്റീവ്ലി അത്യാവശ്യം വലിയ ബാറ്ററി പാക്ക് ആയിരിക്കും. ഇപ്പോൾ PHEV അതായത് പ്ലഗ് ഇൻ ഹൈബ്രിഡ് വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് 10, 15, 20 കിലോവാട്ട് ബാറ്ററി പാക്ക് വരെയൊക്കെ ഉപയോഗിക്കാം. പക്ഷേ അല്ലാതെ സെൽഫ് ചാർജിങ് ഹൈബ്രിഡ് ആകുമ്പോഴേക്കും 1 കിലോവാട്ട്, 1.25 കിലോവാട്ട്. ഇപ്പോൾ നമ്മുടെ ഗ്രാൻഡ് വിറ്റാറ ഹൈ റൈഡറിലൊക്കെ ആണെങ്കിൽ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ 0.84 കിലോവാട്ട് ബാറ്ററി പാക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് എഞ്ചിൻ ബാറ്ററി ചാർജ് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കുന്നില്ല. പക്ഷേ ബാറ്ററിയുടെ സൈസ് കൂടുന്തോറും നമ്മുടെ എഞ്ചിൻ വെച്ച് മാത്രം ചാർജ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവായിരിക്കും. പിന്നെ ഇതിനൊക്കെ പുറമെ ഈ വരുന്ന 2025 ഓഗസ്റ്റ് 15 മഹീന്ദ്ര അവരുടെ NFA അതായത് ന്യൂ ഫ്ലെക്സിബിൾ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം കാണിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഹൈബ്രിഡ്, ഇലക്ട്രിക്, പിന്നെ പെട്രോൾ, ഡീസൽ അങ്ങനത്തെ ഒട്ടുമിക്ക എല്ലാ പവർ ട്രെയിൻ ഓപ്ഷൻസും സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. സോ അതും ഇനിയിപ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഏതായാലും മഹീന്ദ്രയുടെ ഈ ഒരു പുതിയ അപ്ഡേറ്റിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് തീർച്ചയായും താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് കൂടെ തീർച്ചയായും ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.